2 ഇവിടെ നിയമത്തെന്ത് വികസനം എന്ന് ചോദിച്ചു. നിയമത്തെ വികസനത്തിന്റെ ഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നത്. ഓക്കെ പ്ലീസ് മറുപടി പറയട്ടെ. സന്ദീപ് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെല്ലാവരും കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നിരുന്നെങ്കിൽ കൂവി തോപ്പിക്കാൻ പറ്റരുത്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കൂ. നിങ്ങൾ കൈയടിക്കൂ ഒക്കെ ആവേശമൊക്കെ നല്ല ഒരാൾ പറയുന്നത് കേട്ടിട്ട് ചെയ്തോളൂ. ഇടയ്ക്ക് കയറി ചെയ്യാതിരിക്കും പ്ലീസ്. നമുക്കൊരു ജനാധിപത്യം വേണ്ടേ? അപ്പൊ ഇത് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വികസനത്തെ പറ്റി വലിയ തോതിൽ വാചാലനായതുകൊണ്ട് മാത്രം ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ഈ ഹൈവേ നേരെ അങ്ങോട്ട് പോയി ആലപ്പുഴ ചെന്നാല് കളർകോട് മുതൽ കൊമ്മാടി വരെ ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. ആ ബൈപ്പാസിന് തറക്കല്ലിട്ട ആളുടെ പേര് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് അറിയായിരിക്കും. TK ദിവാകരൻ എന്നാണ്. പഴയ ബാബു ദിവാകരന്റെ അച്ഛൻ. പണ്ട് സോമൻ പറഞ്ഞ ഡയലോഗാ ഓർമ്മ വരുന്നത്. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ തറക്കല്ലിട്ട കഥയാണ് ഈ പറഞ്ഞത്. TK ദിവാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ തറക്കല്ലിട്ട ഒരു പദ്ധതി. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ എതിർത്തുകൊള്ളൂ. കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. പേര് ഞാൻ പറയാം: ശശി തരൂര്, കൊടിക്കുന്നിൽ സുരേഷ്, AK ആന്റണി, വയലാർ രവി, KV തോമസ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, E അഹമ്മദ്, ഒരാളും കൂടിയുണ്ട്, ഞാൻ മറന്നുപോയി, വേണുഗോപാൽ, സോറി, കറക്റ്റ്. 8 കേന്ദ്രമന്ത്രിമാർ. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കേന്ദ്രം കോൺഗ്രസ് ഭരിച്ച ഒരു കാലഘട്ടം മറന്നു പോകരുത്. അതായത് ആ ബൈപ്പാസിന് തറക്കല്ലിട്ടിട്ട് 42 വർഷം എടുത്തു സർ. 1-2 അല്ല, 42 വർഷം. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. 42 വർഷം ആ കല്ല് അവിടെ കിടന്നിരുന്നു. 8 കേന്ദ്രമന്ത്രിമാർ, 2 മുഖ്യമന്ത്രിമാരുണ്ടായ ജില്ലയാണ്. VS അച്യുതാനന്ദനും AK ആന്റണിയും. ഞാൻ ഈ പറഞ്ഞ 8 കേന്ദ്രമന്ത്രിമാരിൽ 4 പേർ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. വയലാർ രവി അന്നത്തെ കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി, AK ആന്റണി അന്നത്തെ പ്രതിരോധ മന്ത്രി, KC വേണുഗോപാൽ അന്നത്തെ ടൂറിസം വ്യോമയാന മന്ത്രി, കൊടിക്കുന്നിൽ സുരേഷ് അന്നത്തെ തൊഴിൽ വകുപ്പ് സഹമന്ത്രി. ഒരു കല്ലെടുത്ത് വെക്കാൻ സാധിച്ചിട്ടില്ല സർ. 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ് ബൈപ്പാസ് തുറന്നു കൊടുത്തത്. കൂടുതൽ പറയരുത്. കൊല്ലം ബൈപ്പാസ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട് അത് പൂർത്തിയായി. അതെ, കറക്റ്റ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ട്. അല്ല പിന്നെ എങ്ങനെയാ? ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ് ഭരിച്ചോണ്ടാ. നരേന്ദ്രമോദി പലതവണ വന്ന് പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി, നിതിൻ ഗഡ്കരി ഇത്തരം വികസന കൃത്യമായി നടക്കുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഉണ്ടോ? പറയട്ടെ. അല്ല, നമ്മള് നല്ലത് അദ്ദേഹത്തിന്റെ അവസരമാണ്. അദ്ദേഹം പറയട്ടെ. ഞാൻ ചോദിക്കുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ ഉപേക്ഷിച്ചല്ലേ? ദേശീയവാദം നിങ്ങൾ ഉപേക്ഷിച്ചല്ലേ? അദ്ദേഹം പറയട്ടെ. എല്ലാവർക്കും പറയട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. പറയട്ടെ. ഇതിനകത്ത് ഏറ്റവും കുറച്ച് സംസാരിച്ച ഒരാൾ ഞാനാണ്. ഒരു ചോദ്യം അവിടെ നിന്ന് വന്നിരുന്നു. അല്ല, ഒന്ന് മിണ്ടായിരിക്കും പ്ലീസ്. അപ്പൊ കൊല്ലം ബൈപ്പാസ് 41 വർഷമാണ് രണ്ടാം ഒരു കല്ലെടുത്ത് വെക്കാൻ കാത്തുകിടന്നത്. കൊല്ലം ബൈപ്പാസ് അതവിടെ നിൽക്കട്ടെ ചേട്ടാ, പറയാം. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, നിതിൻ ഗഡ്കരി പറഞ്ഞു നിങ്ങൾ വന്നതിന് ശേഷം തടസ്സം മാറി. അബ്സല്യൂട്ട്ലി കറക്റ്റ്. കാരണം എന്താ അറിയോ? ദേശീയപാതയ്ക്കെതിരെ സമരം ചെയ്തപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. ദേശീയപാത നടപ്പാക്കുമ്പോ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാ. ഇത് കേൾക്കൂ സർ. ഞാൻ ചോദിക്കുന്നത് എന്താ കേരളത്തിൽ എങ്ങനെ പറയണേ? ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാതയും നടപ്പാക്കിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാ. തർക്കം എന്താ കരുതി? ശരി, ഇച്ഛാശക്തി. ഇതിന്റെ ഫണ്ട് എവിടുന്നാ കൊടുത്തേ? കിഫ്ബി വഴിയല്ലേ കൊടുത്തേ? നിങ്ങൾ ആക്ഷേപിക്കുന്ന കിഫ്ബി വഴിയല്ലേ ഞങ്ങൾ 5200 കോടി കൊടുത്തേ? സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് ഇവിടെ ദീപ് സൂചിപ്പിച്ചല്ലോ, ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടല്ലേ? ശരി, അപ്പൊ നടപ്പാക്കാൻ, വികസനം നടപ്പാക്കാൻ ഇച്ഛാശക്തിയും ആർജവുമുള്ള ഭരണാധികാരി വേണം. ഇവിടെ സന്ദീപ് സമ്മതിച്ചല്ലോ, പിണറായി വിജയൻ എന്ന ആള് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നടക്കുന്നത്. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ പറയട്ടെ. അതേ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് ഇതിനുള്ള മറുപടി പറയട്ടെ. അതെ, പൂർത്തിയാക്കട്ടെ. യെസ്. കേന്ദ്ര സർക്കാർ ദേശീയപാത കൺസീവ് ചെയ്തത് 60 മീറ്റർ വീതിയിലായിരുന്നു. കേരളത്തിന് 60 മീറ്റർ വേണ്ട എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ അയച്ച കത്ത് കേന്ദ്ര ഗവൺമെന്റ് കൈവശമുണ്ട്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും സർവകക്ഷി സംഘവും സർവകക്ഷി സംഘവും
ആ സർവകക്ഷി ആരാ? CPM ഉം കോൺഗ്രസും. കറക്റ്റാ. CPM ഉം കോൺഗ്രസും അപ്പോ- നിങ്ങളും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നിർത്ത്, നിങ്ങളും ഉണ്ട് നിർത്ത്. കേരളത്തിൽ നിന്ന്. സർവകക്ഷി സംഘമാ പോയെ. കേരളത്തിലെ BJPയുടെ പ്രതിനിധിയുണ്ട്. സർവകക്ഷി സംഘം ചെന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി ഞാൻ പദ്ധതി പറയട്ടെ, ഉപേക്ഷിച്ചു. സർ. അതിനുശേഷം ഞാൻ പിണറായി പറയട്ടെ, നടപ്പാക്കുന്നത്. അതെ അതെ ഒന്ന് ഞാൻ പറഞ്ഞു പറയട്ടെ, സർ. പൂർത്തിയാക്കട്ടെ പ്ലീസ്. പറയാം. ഞങ്ങള് പറഞ്ഞോ? ഞങ്ങളാണ് സാർ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നത് സാർ. ഞങ്ങൾ തന്നെയാണെന്ന് കേൾക്കട്ടെ സാർ. അല്ല, നിങ്ങളെ പോലെ നടത്തിയ സമരത്തെ തള്ളിപ്പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇനി പറയാം. ഇനി പറയട്ടെ. അദ്ദേഹം മറുപടി പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതാണ്. ദേശീയപാത അതാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അപ്പോ ഇടപെടാതിരിക്കുക പ്ലീസ്. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് പാർഷ്യലി ഇൻകറക്റ്റും പാർഷ്യലി കറക്റ്റും. അതായത് നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ആയിരുന്ന സമയത്ത് അന്ന് സുധാകരനാണ് പൊതുമരാമത്ത് മന്ത്രി. ഇന്ന് നിങ്ങൾക്ക് വേണ്ടാത്ത സുധാകരൻ, കുലംകുത്തി സുധാകരൻ, വർഗവഞ്ചകൻ സുധാകരൻ. ഓക്കെ, അദ്ദേഹമാണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി. വർഗവഞ്ചന കാണിക്കുന്നവരെ പിന്നെ ചക്കരമുത്തേന്ന് വിളിക്കാൻ പറ്റുമോ? വർഗവഞ്ചന കാണിക്കുന്നവർ വർഗവഞ്ചന എന്ന് വിളിക്കും. അത് നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കുടുംബക്കാര്യം. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ എന്തോ പറയണോ? നിങ്ങളല്ലല്ലോ തീരുമാനിക്കുക. ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ പറയും. അത് ഏത് വേദി ചെന്നാലും പറയും. ശരി, ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അന്ന് സുധാകരനും പിണറായി വിജയനും ചേർന്ന് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യം കൃത്യമാണ്. കേന്ദ്ര സർക്കാരിന് 25% തുക തരാമെന്ന് പിണറായി വിജയൻ സമ്മതിച്ചതാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. ആദ്യഘട്ടത്തിൽ കേരളം കൊടുത്തിട്ടുമുണ്ട്. സമ്മതിക്കുന്നു. നിങ്ങൾ ചോദിച്ചോണ്ടാ അങ്ങനെ ഇടപെടാതിരിക്കുക പ്ലീസ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഒരു പ്രതിപക്ഷ മര്യാദ കാണിക്കേ. നിങ്ങൾ പറയുന്നതിനകത്ത് ഇടപെടാനല്ല നിങ്ങൾക്ക് ഏകപക്ഷീയമായി. എന്നാ പിന്നെ നിങ്ങൾ BJP എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങൾ സംസാരിച്ചു. അനസലി സംസാരിച്ചു. അതേ സംസാരിക്കട്ടെ. അതൊന്നും വേണ്ട കേട്ടോ. കൈയൊന്നും പൊക്കി ചൂടി അതൊക്കെ കൈവച്ചാ മതി കേട്ടോ. നിന്റെ കൈവച്ചാ മതി കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ വരാറിയാക്കി പറയും. മൈക്കെടുക്കും പറയും കേട്ടോ. അതൊന്നും വേണ്ട. ഹലോ, വേണ്ട കേട്ടോ. അല്ലേ പരസ്പരം പോർ വിളിക്കേണ്ട ദയവ് ചെയ്തിട്ട്